ലാല് ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയമായ വാദങ്ങളും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയാണ് ഉയർന്നു വന്നത്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമ സമീപനം എന്നുള്ളത്. ഞാൻ ആദ്യം ലാലിലേക്ക് അതുമായി ബന്ധപ്പെട്ടാണ് വരാൻ ശ്രമിക്കുന്നത്. മാധ്യമങ്ങൾക്കും ഇത്തരം വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ ചില ഉത്തരവാദിത്വങ്ങളില്ലേ? നേരത്തെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. IP ബിനുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തും പോലെയുള്ള വാർത്ത ചമയ്ക്കലുകൾ, അത്തരം പ്രചാരണങ്ങൾ സംഭവിച്ചിരുന്നു. നേരത്തെ അദ്ദേഹം ശ്രീ അനിൽകുമാർ പറഞ്ഞല്ലേ, ഇ പിയുടെ കാർമ്മികത്വത്തിലാണിത് നടന്നത് എന്ന നിലയിൽ വരുത്താൻ ശ്രമിക്കുക, കോൺഗ്രസ് പൂർണ്ണമായും നിഷേധിക്കുക, അതോടുകൂടി ഇത് കോൺഗ്രസിൻ്റെ ഒരു പങ്കാളിത്തവുമില്ലാത്ത വേറെന്തോ സംഭവമാണിത് എന്ന നിലയിലേക്കുള്ള ഒരു മാധ്യമ സമീപനം വരിക, അതിലൂടെ മറ്റൊരു തരം ദുരൂഹതയുടെ ഒരു പ്രതലം സൃഷ്ടിക്കുക. ആ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ അതൊക്കെയാണ്. അങ്ങനെ മുന്നോട്ട് പോയൊരു സംഭവത്തിൽ പ്രതികൾ പിടിക്കപ്പെടുന്നതോടെ ഈ മാധ്യമങ്ങൾ ഈ വിഷയത്തെ കുറെ കൂടി ഗൗരവത്തോടെ സമീപിക്കേണ്ടതായിരുന്നില്ലേ? അതിലേറ്റവും ഗൗരവമായ നിലയിൽ ഒരു പ്രധാന പ്രതി പിടിക്കപ്പെടുന്നു. അയാൾ 2 വർഷക്കാലമായി ഒളിവിൽ ജീവിച്ചതൊന്ന് നോക്കൂ, അയാളുടെ നേതൃത്വവുമായുള്ള ബന്ധം നോക്കൂ. ഇതൊക്കെ മാധ്യമങ്ങളെ സംബന്ധിച്ച് മുൻപൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതടക്കം തിരുത്തി കുറെ കൂടി ജാഗ്രതയോടെ ഇതെല്ലാം തുറന്നു കാട്ടാൻ, അത് കോൺഗ്രസ് പാർട്ടിയോടടക്കം വിമർശനപരമായി സമീപിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? അത് ഈ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നതും പ്രധാനമല്ല. നമ്മളിത് പറയുമ്പോൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളുടെ സാഹസിക ജീവിതം, അതുപോലെ തന്നെ ഈ പ്രതികളുടെ യാത്രകളുടെ രേഖാചിത്രങ്ങൾ, ഇതൊക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തൊരു മാധ്യമ ലോകം നമ്മുടെ നാട്ടിലുണ്ട്. അവരെവിടെ ലാൽ? അല്ല, ഇവിടെ വസന്ത് പറഞ്ഞ ഒരു 1-2 കാര്യങ്ങൾക്കൊരു മറുപടി കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ടന്റിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഓക്കെ. വസന്ത് പറഞ്ഞത് കേരള പോലീസ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതാണല്ലോ വസന്ത് പറഞ്ഞ ആദ്യത്തെ പോയിന്റ്. നോക്കൂ, കേരള പോലീസ് ഇയാളിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന പ്രോസസ്സേ ഉള്ളൂ കേരള പോലീസിന്. പിന്നെ പിടിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പം എനിക്ക് വേണമെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം, അതിനകത്ത് CRPCയിൽ പ്രൊവിഷനുണ്ട്, വസന്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തിക്ക് ഒരാളെ വേണേൽ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ നാട്ടിലെ നിയമമുള്ളൊരു സ്ഥലമാണിത്. അപ്പം പോലീസ് ഇയാളാണ് തെറ്റ് ചെയ്തത്, ഇയാളാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തുന്ന ഒരു വലിയ പ്രോസസ്സ്, അതിന് നടത്തിയിട്ടുള്ളൊരു എഫേർട്ടുണ്ട്. അതിനാണ് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, പോലീസിനെ എപ്പോഴും വിമർശനാത്മകമായി കാണുന്ന ഒരാളാണ് ഞാൻ. അതിപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരുന്നാലും, നായനാർ മുഖ്യമന്ത്രിയായിട്ടിരുന്നാലും, കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടായിരുന്നാലും, ആരിരുന്നാലും പോലീസിനെ ഒരു 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 പെസിമിസ്റ്റിക് ഐയോടുകൂടി നോക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അങ്ങനെ നോക്കണം ജനാധിപത്യത്തിൽ നിന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് CPM പോലും പലപ്പോഴും CPM ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസിനെ വിമർശിക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ്, അതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പോലീസ് അതിന് പുറകിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷനെ അവർ അതിനകത്തൊരു മെറിറ്റ് ഉണ്ടെങ്കിൽ അതിനെ അക്നോളജ് ചെയ്യേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹത്തിനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അത് അവരുടെ മൊറയിൽ വർദ്ധിപ്പിക്കും. അതാണ് ആദ്യത്തെ പോയിന്റ്. 2, ഇവിടെ വന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ KPCC ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ ആക്രമണങ്ങളും അപലപിക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാര്യം ഒരാളും അപ്പുറത്തെ പാർട്ടി ഓഫീസ് തല്ലി തകർത്തിട്ടല്ല ജനാധിപത്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ രസകരമായ ഒരു കാര്യം, ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ട സമരം തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനും ശരത്തിയേട്ടനും തമ്മിൽ ഇരുന്ന ചർച്ചക്കകത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറി ചെന്ന് SFIക്കാർ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം ഗാന്ധിജിയുടെ പടം അവിടെ വളരെ ഇൻടാക്റ്റ് ആയിട്ടിരുന്ന ഗാന്ധിജിയുടെ പടം ഇവർ പോയി കഴിഞ്ഞപ്പോൾ താഴെ വീണായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മളത് ചർച്ച ചെയ്തതാണ്. അത് ആരാ പൊളിച്ച് താഴെയിട്ടെന്നും നമ്മൾ കണ്ടതാണ്. അത് വളരെ വിശാലമായി ചർച്ച ചെയ്യുകയും പിന്നീട് കോൺഗ്രസ് അതിൽ പിടിക്കാതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത് ഞാൻ സമരത്തിന് ആക്രമണം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് യഥാർത്ഥത്തിൽ എന്ത് നടന്നു എന്ന് നമ്മൾ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അതാണ് 2. താങ്കൾ ചോദിച്ച മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, എനിക്ക് മാധ്യമങ്ങൾ 4th എസ്റ്റേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡെമോക്രസിയിലെ 4ാം തൂണാണല്ലോ, അല്ലേ? 4th പില്ലറാണ്. എനിക്കിവരിലുള്ള കോൺഫിഡൻസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇപ്പം ഇവിടെ വസന്ത് ചോദിച്ച ഒരു വലിയ കാര്യമാണ്, CPIM ഒരു പ്രതികരണം നടത്തിയോ, അല്ലെ ഒരു പത്രക്കുറിപ്പ് നടത്തിയോ? ഞാൻ പറഞ്ഞിട്ട് പത്രക്കുറിപ്പൊന്നും നടത്തണ്ടെന്ന് എൻ്റെ അഭിപ്രായം, പത്രക്കുറിപ്പൊന്നും കൊടുക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം ഇവർ പറയുന്ന കള്ളവാർത്തയ്ക്കെതിരെ പത്രക്കുറിപ്പ് കൊടുക്കാനാണെങ്കിൽ പത്രക്കുറിപ്പ് കൊടുക്കാനായിട്ട് മാത്രം ദേശാഭിമാനി അടിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാര്യം പത്രക്കുറിപ്പ് മാത്രമായിരിക്കണം ഇതിനകത്ത്, കണ്ടൻറ്റ് പത്രക്കുറിപ്പ് മാത്രമായിരിക്കും. അത്രത്തോളം നീചമായ നികൃഷ്ടമായ
കള്ളവാർത്തകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു മടിയില്ലാത്ത രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ മാറി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല.